ഒരു കാരണവശാലും അത് അവസാനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ PFIനെ ബാൻ ചെയ്തിട്ട് SDPIനെ ഇവിടെ തുറന്നു വിട്ട അവസ്ഥ നമുക്കറിയാം. അവരുടെ ഐഡിയോളജി, അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അവരിവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനിലുള്ള കുറച്ച് പേരെ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും പൊറുതിമുട്ടി ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ ആശയവും സംസ്കാരവും ഈ ചിന്താധാരകളൊക്കെ ഉൾക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ വന്ന ആൾക്കാരുണ്ട്. കാരണം ആ പാകിസ്ഥാനും നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഒരു കാലത്ത്. എന്നാൽ അങ്ങനത്തെ ആൾക്കാരെ പറഞ്ഞു വിട്ടുകൊണ്ട് ഇവിടെ പാകിസ്ഥാൻ്റെ ചിഹ്നവും പാകിസ്ഥാൻ്റെ കൊടിയും പാകിസ്ഥാൻ്റെ നിറവും പാകിസ്ഥാൻ്റെ ആശയവും വെച്ച് മുന്നോട്ട് പോകുന്ന മുസ്ലിം ലീഗിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും തീവ്രവാദം ഇവിടെ അവസാനിക്കില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പോൾ വഖഫിൻ്റെ കാര്യത്തിൽ എത്ര മനോഹരമായിട്ടാണ് കേന്ദ്രം അല്ലെങ്കിൽ എത്ര ധീരമായിട്ടാണ് ഒരു നയം മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പാകിസ്ഥാൻ്റെ ഐഡിയോളജി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുസ്ലിം ലീഗും SDPI പോലുള്ള പ്രസ്ഥാനങ്ങളും അവരെ ഇതിലേക്ക് കൂടുതൽ വീര്യം കൊടുക്കുന്ന അവരുടെ ആ ഒരു തീവ്രവാദ ചിന്താധാരകളെ അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങളെ എന്താണെന്ന് ഒരു സുപ്രീം കോടതി ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ വെച്ചുകൊണ്ട് അതിൽ എവിടെയാണോ തീവ്രവാദം എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗ്രന്ഥത്തെ തന്നെ ഇല്ലാണ്ടാക്കാതെ ഈ തീവ്രവാദം ഒരിക്കലും അവസാനിക്കില്ല. വൈ? ബിക്കോസ് ഇവിടുത്തെ ഇന്ത്യയുടെ ഐഡിയോളജി അല്ലെങ്കിൽ ഇന്ത്യയുടെ ദർശനം എന്ന് പറയുന്നത് ഇപ്പോൾ 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, 1008 ഉപനിഷത്തുക്കൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ, സ്മൃതികൾ, ഇതിഹാസങ്ങൾ, ഇതൊന്നും അന്യമതക്കാരെ കൊല്ലാനോ അല്ലെങ്കിൽ മതം ചോദിച്ചു കൊല്ലാനോ ഒന്നും പഠിപ്പിച്ചിട്ടുള്ള സാധനമല്ല. നമ്മളിവിടെ ശാന്തിയും സമാധാനവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ഹിന്ദു ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കാനും അറിയിക്കാനും ശ്രമിക്കുന്ന ഈ രാജ്യത്ത് അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തി അതും ഈ രാജ്യത്ത് തന്നെ നിലനിൽക്കുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തോ അല്ലെങ്കിൽ അവരെ ഡയറക്റ്റോ ഇൻഡയറക്റ്റിലോ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് നോ യൂസ്. അതുകൊണ്ട് ഇപ്പം ചികിത്സയ്ക്ക് ഇവിടെ വരുന്നവരോ അല്ലെങ്കിൽ ഇവിടെ ഈ പാകിസ്ഥാനിൽ നിന്നും എന്തെങ്കിലും രീതിയിൽ അത് ഇവിടെ വന്നിട്ട് മറ്റ് ഈ രാജ്യത്തിൽ ഇപ്പോൾ അദാൻ സ്വാമിയെ പോലുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നവരുണ്ട്. അദ്നാൻ സ്വാമിയെ പോലുള്ളവർ, അവരെ ഒന്നും ഒരിക്കലും നമുക്ക് അങ്ങനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ മുസ്ലിങ്ങളിൽ കുറച്ച് പേര് നല്ല ആൾക്കാർ, നമ്മുടെ രാജ്യത്തിനെ ഉൾക്കൊണ്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അവരും തീവ്രവാദികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തീവ്രവാദികളെ കണ്ടെത്തി ഇപ്പോൾ ഒരു മുറിയിൽ 10 പേരുണ്ടെങ്കിൽ 3 പേര് തീവ്രവാദികളാണ്, 7 പേര് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അവർ മൗനമായിട്ട് നിശബ്ദമായിരിക്കുന്നു. അവരുടെ നിശബ്ദം മാറണം. ആ നിശബ്ദത മാറിയില്ലെങ്കിൽ അവർ തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണിക്കണം, സമൂഹത്തിൽ ഇവരെ കൊണ്ടുവരണം. കാരണം ദിസ് ലാൻഡ് ഈസ് ഫോർ പീസ് and this is not for any kind of destruction, and they are working just for the destructive side. And if you want to promote our Sanatana Dharma, or if you really love for our country and if you really uphold Sanatana Dharma, we all should come together and do something for the betterment of this country. അപ്പോൾ ഇതിൽ ഈ ഓപ്പർച്യൂണിസ്റ്റുകളും പിന്നെ ഈ അവസരവാദികളുമായിട്ടുള്ള ഈ കുറേ ആൾക്കാർ അവർക്ക് 2 പേർ അവരെ സുഖിപ്പിക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഒരു ജനത നമുക്കകത്ത് തന്നെയുണ്ട്. സവർക്കർജി പറഞ്ഞതുപോലെ നമ്മൾ ഈ മുസ്ലിങ്ങളെക്കാളും ക്രിസ്ത്യാനികളെക്കാളും നമ്മൾ ഭയക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില അവസരവാദികളാണ്. അവരെ നമ്മളെല്ലാവരും തന്നെ കണ്ടെത്തി നമ്മുടെ രാജ്യത്തിൻ്റെ ധർമ്മത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ, ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇവിടുത്തെ ജനതയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റുമോ അതിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. അവർ കൺസേൺ ഈസ് അവർ കൺട്രി, our culture and our citizen. More than that, nothing. That's it. Thank you.